പിന്നെ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പീസ് ഓഫ് ക്യാബേജ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ കുറച്ച് മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫസ്റ്റ് അതിന് മുന്നേ. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മിസ് ചെയ്തിരുന്ന ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് ടൈമായിരിക്കും പറയേണ്ടത്? എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ദാറ്റ്സ് മൈ ചൈൽഡ്ഹുഡ്. അതെൻ്റെ ചൈൽഡ്ഹുഡാണെന്നുള്ളത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ പൊട്ടൻഷ്യൽസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തി നമ്മൾ ആസ്വദിച്ചിരുന്ന കുറച്ച് ടൈം ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനതിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഒരു 80-90% ആളുകളും പല പല കാരണത്താൽ അത് ഒക്കെ മറന്ന് അല്ലെങ്കിൽ അതിനോടൊക്കെ ടച്ച് വിട്ട് എപ്പോഴോ എടുത്തു വെച്ച ഒരു കാര്യമൊക്കെ ആയിരിക്കും. ലൈക്ക് ഇടയ്ക്കൊക്കെ അതൊരു പൊടി തട്ടി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പണ്ട് ഞാനതൊക്കെ ചെയ്തിരുന്നല്ലോ, എനിക്കൊന്നും കൂടി അത് ചെയ്യാൻ തോന്നും. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് വരയ്ക്കാനായിരിക്കും, ചില ആളുകൾക്ക് പാടാൻ, അതുപോലെ കളക്ഷൻസ് ആയിരിക്കും, കോയിൻ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ, അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പണ്ട് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നായിരിക്കും. ഇപ്പം എല്ലാവരും ഒരു മീഡിയ, അതുപോലെ സോഷ്യൽ എവ്രിതിങ് എല്ലാത്തിലും ഇൻവോൾവ് ആണ്. അപ്പം എനിക്കും ഇങ്ങനൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ലെറ്റ് മീ ഷോ യു. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രയും വൃത്തികേടാണോ എന്നുള്ളത്. ബട്ട് ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണെന്നറിയോ? എനിക്ക് ശരിക്കും ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ ഞാനൊരു സമയത്ത് ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഇത് പണ്ടത്തെ ഒരു ആൽബത്തിൻ്റെ ഫോട്ടോ ആണ്. ദിസ് ഇസ് അഷ്റഫ് ഖാ. ഹീ സെയിം ലൈക്ക് വൺ ഓഫ് ആ ഫാമിലി മെമ്പർ. പിന്നെ ഇതെൻ്റെ സിസ്റ്റർ ഐഷ. ഞാൻ എൻ്റെ ആൽബം കാണിക്കാനല്ല ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മളൊരു ഖാൻ്റെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരെപ്പോഴും നമുക്ക് കടലയും പിന്നെ അതുപോലെ തന്നെ അരീസൊക്കെ തരുന്നു. നമ്മളത് കഴിച്ച് നമ്മൾ മദ്രസൊക്കെ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. ദിസ് വാസ് സോ മെമ്മറബിൾ. സോ ഇത് രണ്ടും ഇതിൻ്റെ ഇടയിൽ പെട്ടതാണ്. ഞാനിതല്ല കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം എന്നല്ലേ? ഓക്കെ, ഫ്രണ്ട് പേജ് കാണിക്കാം. പണ്ട് എൻ്റെ ലൈക്ക് നമുക്കൊരു പ്രിൻറ്റിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഉപ്പ 4th സ്റ്റാൻഡേർഡ് മുതൽ ലൈക്ക് പ്രിൻറ്റിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കടയിലത്തെ പ്രിൻറ്റിങ് മെഷീനായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അന്ന് എനിക്ക് അറിയുന്ന എല്ലാ ആപ്സും ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട്, ഇത് ഏത് ഫോണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാകും. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, വേർഡ് ആർട്ട്, അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. പിക്ചർ ബാക്ക്ഡ്രോപ്പ് ഇടാം, ഇതൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്തതാണ്. ആൻഡ് ഇത് കണ്ടോളൂ. ഇത് എനിക്ക് കാണിക്കുന്നതിൽ ഒരു മടിയില്ല കേട്ടോ. ആ ടൈമിൽ വെറുതെ നമുക്കങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ബുക്കിൻ്റെ ഒക്കെ ഒരു റെഫറൻസ് എടുത്തിട്ട് എഡിഷൻ പബ്ലിഷ്ഡ് ബൈ, വെറുതെ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രൈസ് 34. ഞാനിത് 8th ക്ലാസ്സിന് ചെയ്തതാണെന്ന് അറിയോ? 6th സ്റ്റാൻഡേർഡിന് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഇതൊക്കെ. ലൈക്ക് സീ ദിസ് ഇൻഡെക്സ്, ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കാർട്ടൂൺ ക്യാരക്ടർ ഇതൊക്കെ എഴുതി, അതുപോലെ തന്നെ പിക്ചേഴ്സ് അലൈൻ ചെയ്തു. ഓരോരോ പിക്ചേഴ്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എല്ലാം നമ്മൾ അതുപോലെ അലൈൻ ചെയ്ത് വെച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കോപ്പി പേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഗൂഗിളിൽ നിന്ന്. ഈ ലൈക്ക് ഈ ഫേമസ് പീപ്പിൾസിൻ്റെ ഒക്കെ ഫേമസ് പീപ്പിൾ. നെക്സ്റ്റ് കൈൻഡ്ഫുൾ എലിഫൻറ്റ്. ഇത് ലൈക്ക് ഒരു കഥ ഞാൻ തന്നെ ഉണ്ടാക്കി ഒരു ഫോട്ടോ വെച്ചു. ലൈക്ക് ഈ കഥ ഒക്കെ വായിക്കുമ്പോൾ കോമഡിയാണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഇതെൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് എയർ പൊല്യൂഷൻ ഇതൊക്കെ മേ ബി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറച്ച് ആർട്ടിക്കിൾ ടൈപ്പ് ആയിട്ടുള്ളതൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്ത് ഇങ്ങനെ. ഇതാർക്കും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല,
പക്ഷേ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഇത്. ഫെയറി ഗോഡ് മദർ, ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് തന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആൻഡ് ഇത് പണ്ട് നമുക്ക് മായാവിയിലിട്ടു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ കയറ്റി, അത് കഴിഞ്ഞ് അന്നൊന്നും ഇങ്ങനെ ഒന്നും ആരും ചെയ്യാറില്ല, പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷം ഉള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഓരോരുത്തിൻ്റെയും കണ്ട മായാവി സ്റ്റോറി എന്നൊക്കെ ഞാൻ പോയി ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു സ്പേസ് ഒക്കെയാണത്. ആൻഡ് ഇത് കണ്ടോ, ഭയങ്കര നൈസല്ലേ. എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആണെന്ന്, എനിക്ക് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ഇതൊക്കെ എന്താ പറയുക, എനിക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എല്ലാത്തിനും ഇംഗ്ലീഷ് വേർഷൻ ആക്കുക. ആൻഡ് അതൊക്കെ ഇത് ഞാൻ ആ ടൈമിൽ വരച്ചതായിരുന്നു. എന്നിട്ട് വരച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ കയറ്റി. ആൻഡ് ഇതും അതുപോലെ എന്തൊക്കെയോ ലൈക്ക് ക്ലിപ്പ് ആർട്സ് എടുക്കുന്നു, ക്ലിപ്പ് ആർട്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് അറ്റാച്ച് ചെയ്യുന്നു, ഫൺ വിത്ത് ജോക്സ്. പിന്നെ അത് കഴിഞ്ഞ് താജ്മഹൽ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും വിക്കിപീഡിയ എക്സാക്റ്റ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ 2 പേജ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റിപ്പീറ്റ് സെയിം സാധനം. അതെനിക്ക് തോന്നുന്നു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ലൈക്ക് റോസ് മേക്കിംഗ് ക്രാഫ്റ്റ് എന്നൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാക്കിയത്. ആൻഡ് ഗുഡ് ഫുഡ്, ഇത് ഞാൻ എഴുതിയതാണ്, അതെനിക്കറിയാം. I eat a food made by the cook, taste and hiss, not at all waste. It became cool like a swimming pool. A small piece of cabbage today became damaged with a very bad smell. I put in a well. Mother asked where is the food? I said it's not good. പിന്നെ ഇതൊക്കെ എൻ്റെ ആരൊക്കെയോ ചെയ്ത് വെച്ചതാണ്. പിന്നെ കുട്ടികളുടെ കുറേ ഫേവറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് ആ ടൈമിൽ വരച്ചതായിരുന്നു. മൈ ലിറ്റിൽ ക്രിയേറ്റിവിറ്റി അറ്റ് ദാറ്റ് ടൈം. പിന്നെ ഇത് ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. അങ്ങനെ കുറേ സംഭവങ്ങൾ. ആൻഡ് അക്ബർ ആൻഡ് ബീർബലിൻ്റെ സ്റ്റോറി, ഞാൻ അവരുടെ മാത്രം ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ കുറേ പറയാനുണ്ട് കേട്ടോ ആക്ച്വലി. ലൈക്ക് എൻ്റെ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ടൈമുണ്ട്. ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക്കൽ പ്ലെയർ, ഇൻ്റലിജൻറ്റ് എംപറർ. ഞാൻ കാണിച്ചു തരാം ഇത് ഏത് വർഷം ചെയ്ത സംഭവമാണെന്നുള്ളത്. ഐ തിങ്ക് ഐ ഹാവ് ഡൺ ഇറ്റ് ഇൻ പബ്ലിഷ്ഡ് എഡിഷൻ 2010 കേട്ടോ. 2010 എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് തിങ്ക് എത്ര വർഷം മുന്നേ എന്നുള്ളത്. ഹെൽപ്പേഴ്സിൽ എൻ്റെ അനിയൻ്റെ പേര് എഴുതിയിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. വേറെ ആരും പേര് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ നമ്പറൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ നിന്നിരുന്ന പ്ലേസാണ് ഷാർജ മദാം. ഓക്കെ, എനിവേ ലെറ്റ് മീ കണ്ടിന്യൂ. ഇൻ്റലിജൻറ്റ് എംപറർ, ഇത് ഞാൻ എഴുതിയതാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആൻഡ് ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് ഈ സൈറ്റിൽ നിന്ന്. ആൻഡ് ബുർജ് ദുബായ്, ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, അതൊക്കെ ഞാൻ എഴുതിയതാണ്. ബുർജുൽ ദുബായില്ലേ. ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് ഖലീഫ, ഷെയ്ഖ് മുഹമ്മദ്. ആൻഡ് ദ ക്രൂവൽ ഹണ്ടറിന് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ വന്നപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ സംതിങ് ലൈക്ക് ഇതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ആ ടൈമിൽ. ഹായ് കുക്കി, ഹൗ ആർ യു, വൈ ആർ യു സാഡ്, ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കൊടുത്തതാണ്. വേർ ഇസ് ദ സ്റ്റുപ്പിഡ് ഡിയർ. ആൻഡ് മോം ഗോ ഫാസ്റ്റ് അതർവൈസ് ഹീ വിൽ കിൽ യു. ഓ മൈ ഗോഡ്, ഹീ ഈസ് ഗോയിങ് ടു ഹണ്ട് മീ. ആൻഡ് ഫിൽ ദിസ് പസിൽ കെയർഫുള്ളി ആൻഡ് ഗെറ്റ് സൂപ്പർ ഗിഫ്റ്റ്സ്. അപ്പോൾ ഇതിലെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കീറി ഒട്ടിച്ച് അതിനൊന്നുകൂടി പ്രിൻ്റ് ചെയ്തു. ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു. ഇതൊക്കെ ആരാ ഫില്ല് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാനല്ല എന്തായാലും. ബട്ട് ദിസ് വാസ് റിയലി ഫൺ ഫോർ മീ ഓൺ ദോസ് ഡേയ്സ്. മോം ഗോ ഫാസ്റ്റ് അതർവൈസ് ഹി വിൽ കിൽ യു. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്. ദ ബുക്ക് ഓഫ് നോളജ്, ഏതോ ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെതാണ്. ഫ്രണ്ടിൻ്റെ നെയിം മേഹ. ബട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏത് പോയമാണോ, ഫെയറീൻ്റെ പോയമാണോ അതോ ബുക്ക് ഓഫ് നോളജ് ആണോ, ഏതോ ഒന്ന്. മറ്റേത് ഒരെണ്ണം ബുക്ക് ഓഫ് നോളജ് ഞാൻ എഴുതിയതാണെന്ന് തോന്നുന്നുണ്ട്, ഫെയറിയുടെ ആണെന്ന് തോന്നുന്നു ആ കുട്ടി എഴുതിയത്. ആൻഡ് നെക്സ്റ്റ് കേരള മിനിസ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ടൈമിൽ കുറേ പേരുടെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ആ ടൈമിൽ ഇതൊക്കെയാണ് എൻ്റെ ഫൺ എന്ന് പറഞ്ഞാൽ. സോ ദിസ് വാസ് മൈ മാഗസിൻ. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ ടൈമിൽ നമുക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഈ ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പ്രൊജക്റ്റ് വർക്ക്.
and അത്രയേ ഉള്ളൂ. ആൻഡ് ഹാവ് എ നൈസ് എൻഡ്. ഇതായിരുന്നു എൻ്റെ ആ ഒരു ഇത് ഫൈനൽ. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്നിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ ഷോപ്പിലൊക്കെ പോയി ബൈൻഡ് ചെയ്യിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഐ എം സോ പ്രൗഡ് ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എന്നുള്ളത്. അതും 2010 അല്ലേ, 2010. ഇതുകൊണ്ട് എന്ത് നേടി എന്നുള്ളതിലല്ല, ബട്ട് ഐ എം സോ ഹാപ്പി വെൻ ഐ ടേൺ ഓൾ ദോസ് പേജസ് ടുഡേ. ദിസ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹോബി. എനിക്ക് മാഗസിൻ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എത്ര പേര് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങൾ കാണിക്കാം, കാരണം ഇത് കുറേ ലാഗായി പോകും ഇങ്ങനെ ഒരുപാട് കാണിച്ചാൽ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ്, ഡു സപ്പോർട്ട്. ബൈ.